ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊടി സാമ്പാർ, തേങ്ങ വറുത്തരച്ച ഒരു പൊടി സാമ്പാർ. തേങ്ങ നന്നായി വറുത്തരച്ച് പൊടികളാണ് എല്ലാം ഇടുന്നത്. മല്ലി മുളക് ഒന്നും മുഴുവനായിട്ട് ഇടുന്നില്ല, അതുകൊണ്ടാണ് പൊടി സാമ്പാർ. ഈ പൊടി സാമ്പാറിന് ആവശ്യമുള്ള പച്ചക്കറികൾ ആദ്യം: വാഴക്ക, ഒരു മുരിങ്ങക്ക, 2 ക്യാരറ്റ്, 2 വഴുതിന, ഒരു കഷ്ണം മത്തൻ, 2 തക്കാളി, ഒരു സവോള, കുറച്ച് വെണ്ടയ്ക്ക. പിന്നെ സാമ്പാർ പരിപ്പ് കഴുകി ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരട്ടെ. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് സാമ്പാർ പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ സവാള പച്ചയ്ക്ക് തന്നെ ഇടാത്തത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 3 പൊടികൾ: മുളക് പൊടി 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 3ഉം കൂടി ഒന്നിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുന്നതാണ്. പിന്നെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. ഈ പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാണ് പൊടി സാമ്പാർ എന്ന് പേരിടാൻ കാരണം. നമ്മൾ മുഴുവൻ മല്ലിയും മുളകും ഒന്നല്ല ഇടുന്നത്, ഇതുപോലെ പൊടികൾ തന്നെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ അതിൻ്റെ പച്ചമണം പോകുന്നതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാറാണ്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് പരിപ്പ് കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പരിപ്പിനകത്ത് നമുക്ക് കുറച്ച് പച്ചക്കറികൾ മാത്രം ഇട്ടിട്ട് ആദ്യം ഒരൊറ്റ വിസിൽ ഒന്ന് വേവിക്കാം. ഒരുപാട് വെന്തലിയിക്കാതെ പരിപ്പ് ഒരു 1/2 കുക്ക് ആവുന്നത് വരെ വേവിക്കുക. ഒറ്റ വിസിൽ വന്നാൽ മതി. 2 ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, വാഴക്ക ഇതുപോലെ അരിഞ്ഞത് കഷ്ണങ്ങളാക്കിയത്, പിന്നെ നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും ഈ പൊടികളും അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെള്ളം നമുക്ക് പിന്നീട് മറ്റ് കഷ്ണങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പരിപ്പ് വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് മൂടിയിലേക്കൊക്കെ ഒരുപാട് പുറത്തേക്ക് ചീറ്റി വരും. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് വേവിച്ചാൽ നല്ല സ്വാദുമുണ്ടാവും. ഈ പരിപ്പ് പുറത്തേക്ക്, ഈ മൂടിയുടെ പുറത്തേക്കൊന്നും നമുക്ക് വിസിൽ വരുമ്പോൾ ആവില്ല. മൂടി വെച്ച് ഒരൊറ്റ വിസിൽ. ഇതേ പാനിൽ, നേരത്തെ ചൂടാക്കിയ അതേ പാനിൽ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി വെണ്ടയ്ക്കയും വഴുതനയും തക്കാളി മാത്രം ഒന്ന് വഴറ്റിയാൽ മതി. അത് മാത്രം ഒന്ന് വഴറ്റി വെക്കുക. ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഇല്ലാതെ ആവാനും വഴുതനയുടെ പെട്ടെന്ന് കറുത്ത് പോവും പുറത്ത് വെച്ചാൽ, അതില്ലാതെ ഇരിക്കാനും കൂടിയാണ്. പിന്നെ ഒന്ന് തക്കാളി ഒന്നും വഴണ്ടുണ്ട്. പിന്നെ ഇടാൻ പോകുന്ന മുരിങ്ങക്കായും മത്തനുമാണ്. അതും കൂടി ഞാനിതിലിട്ട് വഴറ്റിയെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് വെണ്ടയ്ക്കയും വഴുതനയും തക്കാളിയും മാത്രം ഒന്ന് വഴറ്റിയാൽ മതി. ചെറുതായിട്ടൊന്ന് ഒരു 2 സെക്കൻഡോളം ഒന്നിങ്ങനെ എല്ലാ വഴുതിനയും വെണ്ടയും ഒന്ന് ചൂടായി കിട്ടിയാൽ മതി.
ഇനി നമുക്കത് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ തേങ്ങ വറുത്തരച്ച സാമ്പാറാണല്ലോ, അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കണം. ഒരു മുറി തേങ്ങ, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി, രണ്ട് മൂന്ന് ചുള വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, കുറച്ച് കുരുമുളക്, ഇവയെല്ലാം കൂടി ഇട്ട് ആദ്യം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു കളറൊന്ന് മാറി വരുമ്പോൾ വേണമെങ്കിൽ അല്പം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്ത് പോകാം. തീയലിനൊക്കെ വറുക്കുന്ന പോലെ തന്നെ ഇത് വറുത്ത് അരച്ച സാമ്പാറാണല്ലോ. ഇതുപോലെ അതിന് ശേഷം തീ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കുക. പരിപ്പ് വേവിക്കുമ്പോഴും വേണമെങ്കിലും ഇത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ സാമ്പാർ പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഈ ചൂടിൽ തന്നെ ഇട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഗ്യാസ് ഓഫാക്കി വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ. അങ്ങനെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഇത് അരച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് പരിപ്പ് വെന്തോന്ന് തുറന്ന് നോക്കാം. പരിപ്പ് ഒരു 1/2 വേവ് വെന്തിട്ടുണ്ടാവുള്ളൂ. ഒറ്റ വിസിലാണല്ലോ വന്നത്. ഇനി നമുക്ക് മറ്റു പച്ചക്കറികളൊക്കെ ഇതിലിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കണം. ഇതുപോലെ 1/2 കുക്കേ ആയിട്ടുണ്ടാവുള്ളൂ. പരിപ്പ് അത്രേ ആവാൻ പാടുള്ളൂ. അലിഞ്ഞു പോയാൽ ഒരു സാമ്പാറെല്ലാം കൂടി കുഴഞ്ഞ പരുവത്തിലാവും. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില, 2-3 പച്ചമുളക് ചീന്തിയത്, പിന്നെ ഈ വഴറ്റി വെച്ച വെണ്ടക്ക, തക്കാളി, മത്തൻ, വഴുതന, മുരിങ്ങക്കായ, ഇവയെല്ലാം കൂടിയിട്ട് ചൂടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അവരവരുടെ പാകത്തിനനുസരിച്ച് ചിലവർക്കൊരു വെള്ളം പോലെ, ചിലവർക്ക് അതിന് മീഡിയം ഒരു ടൈപ്പായിരിക്കും ഇഷ്ടം. അതിനനുസരിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കല്ലുപ്പാണ് ഞാൻ ഇതിന് ഇടുന്നത്. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് തുറന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ മുരിങ്ങക്കായ് വെന്ത് വന്നാൽ എല്ലാം പാകമായിട്ടുണ്ടെന്ന് അറിയാം. ഇനി നമുക്ക് പുളി കുറച്ച് പിഴിഞ്ഞ് വെച്ചതുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അത് മതിയാവും. അത് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച വെള്ളം അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. മുരിങ്ങക്കായ ഒന്ന് വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു 2 സെക്കൻഡ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ്, തേങ്ങ വറുത്തരച്ചത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായി മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് കടുകും കരിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് വറുത്തിട്ടാൽ സാമ്പാർ റെഡിയായി. ഉപ്പൊക്കെ ഇപ്പോൾ പാകം ഉണ്ടോയെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പൊടി സാമ്പാർ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. സാമ്പാർ പല വിധത്തിലും ഉണ്ടാക്കാം, പല വിധത്തിലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇത് ഒരു വിധമാണ്. കടുക് താളിച്ച് കരിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് വറുത്തിട്ട് അങ്ങനെ സാമ്പാർ ഇതവിടെ റെഡിയായി. ഇത് പുറത്ത് തന്നെ വെച്ചാലും 2 ദിവസത്തേക്ക് ഒന്നും ചീത്തയാവില്ല. ഈ സാമ്പാർ എടുക്കാൻ നേരത്ത് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമേ വരില്ല. നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സദ്യ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പൊടി സാമ്പാർ റെഡിയായി. ബൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.